അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് ഇന്നലെ അറസ്റ്റിലായി. ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജൂനിയറെ ഷാമിലി ജസ്റ്റിൻ്റെ മുഖത്ത് ഏറ്റ പാട് കേരളം മുഴുവൻ കണ്ടു. വളരെ ക്രൂരമായൊരു മർദ്ദനമായിരുന്നു. ആ പെൺകുട്ടിയുടെ മുഖത്ത് രക്തം തളം കെട്ടി നിൽക്കുന്നത് നമ്മൾ കണ്ടു. ഇതുപോലൊരു അടി മുഖത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അത് എങ്ങനെ എന്തുകൊണ്ട് അടിച്ചു എന്നൊക്കെ ഇനി അന്വേഷണത്തിലെ കണ്ടെത്താനുള്ളൂ. കൈകൊണ്ടടിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. കൈകൊണ്ടടിച്ചാൽ ഇതുപോലെയുള്ള ഒരു പരിക്ക് മുഖത്ത് ഏൽക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു പ്രശ്നം. എന്തായാലും ബെയ്ലിൻ ദാസ് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയി. 2 ദിവസമായിട്ട് പോലീസ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ പെൺകുട്ടി ജനറൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റായി. മുഖത്ത് ഒരു ചെറിയ ഫ്രാക്ചറുണ്ട്. മാൻഡിബിൾ ഭാഗത്താണ് ആ ഫ്രാക്ചർ. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ അത് ട്രീറ്റ്മെൻറ്റ് തേടി. അവിടെ വെച്ച് നിയമമന്ത്രി അവരെ സന്ദർശിക്കുകയും വേണ്ട പിന്തുണ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. ഈ കേസിലെ പ്രതിയായ ബെയ്ലിൻ ദാസ് പൂന്തറക്കാരനാണ്. അദ്ദേഹം എറണാകുളത്താണ് എന്നൊക്കെയാണ് വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ തുമ്പ പോലീസ് ഡാൻസാപ്പും ചേർന്നിട്ട് ഇന്നലെ തുമ്പ പോലീസ് സ്റ്റേഷൻ്റെ പരിധി വെച്ചിട്ട് സ്റ്റേഷൻ കടവിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇന്നലെ രാത്രി വളരെ ലേറ്റായിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. വഞ്ചിയിൽ നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഇയാളെ കാണാനും വക്കീലന്മാരും ഇരുഭാഗത്തും വക്കീലന്മാരും ഉണ്ട് എന്നാണ് ഇപ്പം വരുന്നത്. അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ ചില ചാനലിലുള്ള അവരുടെ വിശദീകരണം നമ്മൾ കണ്ടു. ബാർ അസോസിയേഷന്, അതുപോലെ ആ പെൺകുട്ടിയുടെ അവരുടെ വേദന നിറഞ്ഞ അവരുടെ രോധനവും നമ്മൾ കേട്ടു. എന്തായാലും സീനിയർ ജൂനിയർ ഒരു സംഭവമാണ് ഇത്രയും ക്രൂരമായ ഒരു മർദ്ദനത്തിൽ ഇടയാക്കിയതെന്ന് അവിശ്വസനീയമായിട്ട് നമുക്ക് തോന്നാം. കാരണം അദ്ദേഹം ഈ പെൺകുട്ടിയുടെ അടുത്ത് നേരത്തെ ഇതുപോലെ ചില പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെന്നാണ് ആ പെൺകുട്ടി ഇപ്പം പറയുന്നത്. അതൊക്കെ ശ്രമിച്ചു. ആ പെൺകുട്ടി ഇപ്പം പ്രസവം കഴിഞ്ഞിട്ട് ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇനി ഓഫീസിൽ വരണ്ട എന്ന് സീനിയർ അഡ്വക്കേറ്റ് പറഞ്ഞു. അതിനുശേഷം പിന്നീട് വന്നപ്പം എന്തിനാണ് തന്നെ പറഞ്ഞു വിട്ടത്, അവിടെ തന്നെയുള്ള മറ്റൊരു ജൂനിയറുമായിട്ടുള്ള റിഫ്റ്റ് കൊണ്ടാണ്, ഇവർ തമ്മിലുള്ള ചില പ്രശ്നം ഉണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിരിച്ചുവിട്ടത്. ആ ബെയ്ലിൻ ദാസ് എന്ന അഡ്വക്കേറ്റ് അക്കാര്യത്തിൽ ഇടപെടുകയും ഇപ്പോൾ ആ ഓഫീസിലുള്ള ജൂനിയർ വക്കീലിൻ്റെ ഭാഗം ചേരുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവരെ മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ ഷാമിലി ജസ്റ്റിൻ പറയുന്നത്. ഇന്നലെ ഈ പ്രതിയെ അറസ്റ്റ് നടന്ന വലിയ വാർത്തയായിരുന്നു. അദ്ദേഹത്തിന് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പം അവിടെ ആൾക്കൂട്ടം ഉണ്ടായി. എങ്കിലും അദ്ദേഹത്തിന് ഇന്നലെ തന്നെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സെഷൻസ് കോടതിയിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. പ്രതിയുടെ പൂന്തറ വീട്ടിലൊക്കെ പോലീസ് തപ്പുന്നതിന് മുമ്പ് പൂന്തറ വീടിനടുത്തുള്ള വലിയതുറയിലൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രതി ചികിത്സ തേടിയെന്നും ഈ പെൺകുട്ടി പ്രതിയെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിനാണ് ചികിത്സ തേടിയത്. അതോടൊപ്പം തന്നെ സഹോദരൻ്റെ കാർ എടുത്തുകൊണ്ടാണ് ഇയാൾ പോയത്. ആ കാറ് എവിടെയെന്ന് ചോദിച്ചിട്ട് ഇതുവരെ അത് ഉത്തരം കണ്ടെത്തിയിട്ടില്ല. ആ കാറിലാണ് രക്ഷപ്പെട്ടുകൊണ്ട് കാറ് പോലീസ് കസ്റ്റഡിയിലെടുക്കും. രണ്ടാമത് അമ്മയെ കാണാനായിട്ട് വീണ്ടും പോയി മടങ്ങുന്ന വഴിയിൽ ആണ് ഡാൻസാബിൻ്റെയും തുമ്പ പോലീസിൻ്റെയും പെട്രോൾ പാർട്ടിയുടെ ശ്രദ്ധയിൽ ഇയാളെ കാണുന്നത്. അവരങ്ങനെ തടഞ്ഞു വെച്ചു. അങ്ങനെ തുമ്പ പോലീസ് സ്റ്റേഷനിൽ ഡീറ്റെയിൻ ചെയ്തു. മഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് അവിടെ നിന്ന് പ്രതിയെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. വെറും ഒരു സീനിയർ ജൂനിയർ ഇഷ്യൂൻ്റെ ആ ഡെവലപ്മെൻറ്റ് നമ്മൾ കണ്ടല്ലോ. പൊതുജനങ്ങളുടെ കേസുകൾ അന്വേഷിക്കുന്നവരാണ് വക്കീൽ. അതിന് ഈ കേസിലെ വാദിയുടെ ഭാഗത്തും പ്രതിയുടെ ഭാഗത്തും വക്കീലന്മാർ ചേർന്നു. അത് ന്യായത്തിൻ്റെ കൂടെ നിൽക്കും എന്ന രീതിയിലുള്ള മന്ത്രിയുടെ പ്രസ്താവന നമ്മൾ കണ്ടു. അതനുസരിച്ച് ഇടതുപക്ഷ സംഘടനയുടെ ബാർ അസോസിയേഷൻകാർ ആ
മന്ത്രിയുടെ പ്രസ്താവനയ്ക്കൊപ്പം നിൽക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും നിയമപരമായി കാര്യങ്ങൾ നീങ്ങട്ടെ. രണ്ടുപേരും വക്കീലന്മാരാണ്. ഷാമിലി കൊടുത്ത പരാതിയിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അദ്ദേഹം നോക്കുകയാണ്. ഈ ജില്ലാ കോടതിയിലെ ജാമ്യം തള്ളുകയാണെങ്കിൽ വീണ്ടും ഹൈക്കോടതിയിൽ പോവും. ഹൈക്കോടതി പോയാൽ ജാമ്യം കിട്ടും. കാരണം ഇതിനകത്ത് ഒരു വരുന്ന ഒഫൻസസ് അടിച്ചതുകൊണ്ട് പിന്നെ ഒരു ഫ്രാക്ചറുണ്ട്. 325 IPC വരാം. ഏതെങ്കിലും വെപ്പം കൊണ്ടാണ് അടിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. കൈ കൊണ്ടാണ് അടിച്ചിട്ട് ഒരു ഫ്രാക്ചർ ഉണ്ടായാലേ 325 IPCയിലോട്ടാണ് വരുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയ BNS സെക്ഷൻ കൂടെ ഇട്ടാൽ മതി. പക്ഷേ ആ കുട്ടിയുടെ അടി അതിൻ്റെ മുഖത്തും തലഭാഗത്തും ആയതുകൊണ്ട് അത് വകുപ്പ് അല്പം മാറും. 307 IPCയിലോട്ട് വരും. തലയിലും അവിടെ ഏതെങ്കിലും വെപ്പം കൊണ്ടാണ് അടിച്ചെങ്കിൽ തീർച്ചയായിട്ടും കൊല്ലാനുള്ളൊരു ശ്രമം ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും. ഏതായാലും 326 IPC പ്രകാരം ഒരു ഫ്രാക്ചർ ഉള്ളതുകൊണ്ട് ജാമ്യം കിട്ടാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം 7 വർഷം വരെയുള്ള തടവാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഫയലിംഗ് കോടതിയിൽ ജാമ്യം ലഭിക്കില്ല. സെഷൻസ് കോടതിയിൽ ജാമ്യം കൊടുക്കാം, ഇല്ലെങ്കിൽ ഹൈക്കോടതി പോകേണ്ടി വരും. ഏതായാലും തീരുമാനം ഇന്ന് അറിയാമെന്ന് തോന്നുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം റിമാൻഡിൽ കിടക്കേണ്ടി വരും. അത് ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പരിഗണിക്കും, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഉള്ളെങ്കിൽ 2-3 ദിവസം സബ് ജയിലിൽ കിടക്കേണ്ടി വരും. ഇതുപോലെയുള്ള കേസുകൾ പലതും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. വക്കീലന്മാർ തമ്മിലുള്ള പ്രശ്നത്തിന് ചില ആൾക്കാരുടെ കേസ്, സെബാസ്റ്റ്യൻ പോളിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കേസിനകത്ത് കേസ് എടുക്കാൻ, അദ്ദേഹം വക്കീലാണ് എങ്കിലും കേസ് എടുക്കാൻ തയ്യാറാകാതെ വന്നു തിരുവനന്തപുരം ബാറിലെ വക്കീലന്മാർ. പിന്നെ ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് വേറൊരു കോടതിയിലേക്ക് ഈ കേസ് മാറ്റി അവിടുത്തെ ഒരു വക്കീൽ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ജാമ്യത്തിന് പോയെന്ന് അദ്ദേഹം ഇന്നലെ ഏഷ്യാനെറ്റിൽ പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഏത് സംഭവമായാലും ശരി, ഒരാളുടെ ജാമ്യത്തിന് അത് സ്വന്തം ഓഫീസിലെ ഒരു കുട്ടിയായാലും ശരി, ചിലപ്പോൾ അടുത്തുള്ള ഓഫീസിലെ ആൾ ആ എതിർഭാഗത്തുള്ള അല്ലെങ്കിൽ പ്രതിഭാഗത്തുള്ളവർക്ക് ജാമ്യത്തിന് മൂവ് ചെയ്യാൻ അത് ബാധ്യസ്ഥരാണ് വക്കീലന്മാർ. ഒരു വക്കീലിനെ അടിച്ച കേസായാലും ശരി, കാരണം അത് പൊളിറ്റിക്കലായാലും ശരി, അങ്ങനെ ഒരു തീരുമാനം വക്കീലന്മാരെടുക്കാൻ പാടില്ല. ഏത് കോടതിയിലും വക്കീലന്മാർ മറ്റ് കക്ഷികൾക്ക് അപ്പിയർ ചെയ്യുന്ന പോലെ തന്നെ വക്കീലന്മാർക്കും അപ്പിയർ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യണം. അതാണ് ആ വക്കീൽ പ്രൊഫഷൻ്റെ മെച്ചം. അത് ചിലരുടെ കേസ് എടുക്കില്ല, അല്ലെങ്കിൽ കോടതിയിലുള്ള ബാർ അസോസിയേഷൻ ബോയ്ക്കോട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നവർ ഏകാധിപത്യ ഭരണമായിട്ട് നമുക്ക് കണക്കാക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല. ഏത് പ്രതി ആയിക്കോട്ടെ. അത് ആളൂരിനെ പറ്റി പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. ആളൂർ എന്തായാലും വളരെ ക്രൂരമായ മർഡർ ചെയ്ത പല ആൾക്കാരുടെയും കേസ് ആളൂരാണ് എടുത്തത്. അത് നമുക്ക് ഐഡിയോളജിക്കലായിട്ട് ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ശരി, ആ പ്രൊഫഷൻ അനുസരിച്ച് ഏത് പ്രതിക്കും, ഏത് ക്രൂരമായ കുറ്റം ചെയ്ത പ്രതിക്കും ഒരു വക്കീലിനെ സ്വന്തമായിട്ട് എൻഗേജ് ചെയ്യാം. അയാൾക്ക് പണമില്ലെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ പാനലിലുള്ള ജില്ലകളിലുള്ള വക്കീലന്മാരെ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. അതുകൊണ്ട് ഒരു വക്കീല് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ കേസ് എടുക്കില്ല, ബോയ്ക്കോട്ട് ചെയ്യും എന്ന് പറയുന്നത് ഒരിക്കലും ന്യായമല്ല. അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കണം ബാർ അസോസിയേഷൻകാർ. അങ്ങനെ ചിന്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റെയറായിട്ട് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലെയുള്ള മാറ്റങ്ങൾ പ്രകടമാകുന്നത്. ബാർ അസോസിയേഷൻ ഈ പ്രതിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അയാളുടെ ഭാഗം കേൾക്കാതെ തന്നെ നേരിട്ട് അവരെ ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതൊരു നല്ല കാര്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ബാർ അസോസിയേഷനും ബാർ കൗൺസിൽ നടപടിയിലേക്ക് വരുന്നുണ്ടെന്നും മനസ്സിലാവുന്നുണ്ട്. ഇയാളെ പെർമനൻ്റായിട്ട് നിന്ന് ഡീബാർ ചെയ്യാനായിട്ടുള്ള, ഈ പ്രൊഫഷൻ ഡീബാർ ചെയ്യാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.